ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഹോളി വീക്കൊക്കെ ആയതുകൊണ്ട് ക്രിസ്ത്യൻസ് ഒക്കെ എന്തായാലും കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഹോളി വീക്ക് കുറച്ച് കുളമായി എന്നൊക്കെ വേണം പറയാൻ കേട്ടോ. അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഇൻട്രോ ഒക്കെ പറഞ്ഞങ്ങോട്ട് ലാഗ് അടുപ്പിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് ജെ ആൻഡ് എസ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ പെസഹ. അപ്പോൾ പെസഹ അപ്പവും പാലൊന്നും ഈ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഈ പ്രാവശ്യം എല്ലാം മേടിക്കുമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പെസഹ അപ്പവും പാലൊക്കെ ഇങ്ങനെ മേടിക്കുന്നത്. ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ മേടിച്ചത് ഇന്ത്യൻ ഗ്രോസറി സ്റ്റോറിൽ നിന്നല്ല കേട്ടോ. ഞാൻ ഓൺലൈനിലാണ് ഷോപ്പ് ചെയ്തത്. പിക്കീസി എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ഇതുണ്ട്. അപ്പോൾ അതിനകത്താണ് ഞാൻ ഷോപ്പ് ചെയ്തത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയായിരുന്നു ഞാൻ ഷോപ്പ് ചെയ്തത്. അവർക്കൊരു സൈറ്റൊക്കെ ഉണ്ട്. അവിടുന്ന് ഷോപ്പ് ചെയ്ത് ഒരു 2 ദിവസത്തേക്കുള്ളിൽ തന്നെ ഇത് ഡെലിവേർഡായി. ഞാൻ വട്ടയപ്പത്തിൻ്റെ ഫാനൊന്നുമല്ല. എനിക്ക് വട്ടയപ്പം കഴിക്കുന്നതേ ഇഷ്ടമല്ല. എനിക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ ഫാമിലിക്ക് അത് തന്നെയാണ്. വട്ടയപ്പം എന്ന് പറയുന്നൊരു സാധനം ഇഷ്ടമല്ല. അതുകൊണ്ട് പെസഹയ്ക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു വട്ടയപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതും പള്ളിയിൽ നിന്ന് കഴിക്കുന്നതും. പള്ളിയിൽ നിന്ന് പിന്നെ നമുക്ക് കഴിച്ചാലേ പറ്റത്തുള്ളൂ, നേർച്ചയാണല്ലോ. പിന്നെ വീട്ടിൽ ആകെ കുറച്ച് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ച് മാത്രമേ അത് വെക്കത്തുള്ളൂ. വേറെ ഒരു ദിവസം ഈ വട്ടയപ്പം എന്ന് പറയുന്നൊരു സാധനം അവിടെ ഉണ്ടാക്കാറില്ല. എന്നാൽ എന്നെ കെട്ടിയ ആൾ, അതായത് അച്ചുവിനെ നേരെ തിരിഞ്ഞാണ്. അച്ചുവിനെ വട്ടയപ്പം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വീട്ടിൽ ഇപ്പം ഇനി വട്ടയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ അച്ചു മാത്രം തിന്നേണ്ടി വരും. അപ്പോൾ ആ ഒരു റീസൺ കാരണമാണ് മെയിനായിട്ട് ഞാൻ വട്ടയപ്പം ഉണ്ടാക്കാതിരുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യമായിട്ട് ഞാൻ കാണുന്നതാണ് ഈ പെസാഡൊക്കെ ആ ഒരു ടൈമിൽ ഇങ്ങനെ ഹോട്ട് ക്രോസ് ബൺസ് വെച്ചിട്ട് ഇവരുള്ള ഫോട്ടോ ഒക്കെ ഇങ്ങനെ വെക്കും. അപ്പോൾ ഞാൻ ഓർത്തുന്ന പിന്നെ പെസാഡ് ചിലപ്പം ഒരു സ്പെഷ്യാലിറ്റി ഒക്കെ ആയിരിക്കും എന്ന് ഓർത്തുകൊണ്ട് ഞാനും ഈ പ്രാവശ്യം പെസാഡ് കൂട്ടത്തിൽ ഈ ഒരു ഹോട്ട് ക്രോസ് ബണ്ണൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മേടിച്ചത് കുറച്ച് ചോക്ലേറ്റ് ഫ്ലേവർ ആയിരുന്നു. അങ്ങനെ ആ ഒരു ബണ്ണും പിന്നെ നമ്മുടെ വട്ടയപ്പവും പിന്നെ പെസഹ പാലും കൂടി ചേർത്തൊരു നല്ല അടിപൊളി പെസഹയൊക്കെ ആയിരുന്നു. പിന്നെ ഇതിൻ്റെ കട്ടിങ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഹെഡ് ഓഫ് ദ ഫാമിലി ആണല്ലോ. അപ്പോൾ അച്ചുവാണ് ഈ ഒരു ഫാമിലിയിലെ ഹെഡ്. ഇപ്പം അമ്മയില്ലല്ലോ, അപ്പം അച്ചുവാണ് ഇപ്പം നമ്മുടെ മെയിൻ ഒരു ഹെഡായിട്ടിരുന്നത്. അപ്പോൾ അച്ചുവാണ് ആ അപ്പം ഒന്ന് കട്ടൊക്കെ ചെയ്തെടുത്തത്. എന്നിട്ട് നമ്മൾ 2-3 കഷ്ണമൊക്കെ എടുത്ത് തിന്നിട്ട് പിന്നെ നമ്മൾ ബാക്കിയെല്ലാം മാറ്റി വെച്ചെടുത്തു. ബാക്കി വേറെ ദിവസങ്ങൾ വരുന്ന ദിവസങ്ങളൊക്കെ തിന്നാന്നുള്ള രീതിയിൽ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ 2 പേർക്ക് കോഫി വേണമെന്നുള്ളത് ഭയങ്കര ആഗ്രഹമായതുകൊണ്ട് കോഫി ഞാൻ ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ പാലങ്ങോട്ട് തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ്. ഞങ്ങളുടെ ഈ വർഷത്തെ ഹോളി വീക്ക് ശരിക്കും പറഞ്ഞാൽ കുളമായി കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഒന്നാമത് 50 നോയമ്പ് കുളമായിട്ടുണ്ടായിരുന്നു. 50 നോയമ്പ് തുടങ്ങിയ ആ ഒരു ടൈമിൽ എനിക്ക് ചെറിയ രീതിയിൽ ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നല്ല ബോഡി പെയിൻ ആയിരുന്നു ആ ഒരു പനിക്ക്. അത് ടെമ്പറേച്ചർ ഇല്ലാത്തൊരു പനിയായിരുന്നു. പക്ഷേ ബോഡി പെയിൻ നല്ലതായിട്ട് ഉള്ളൊരു സമയമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ നമ്മൾ നോയമ്പ് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നോയമ്പ് തുടങ്ങാനും പറ്റിയില്ല. അപ്പോൾ അന്നേരം നമ്മൾ നോൺ വെജ് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് നമ്മുടെ 50 നോയമ്പ് കുളമായത്. പിന്നെ ഹോളി വീക്ക് എങ്ങനെ കുളമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ 10 റിച്വൽസിലോട്ട് മാറിയ ശേഷം ഇതുവരെ ഞങ്ങളുടെ പള്ളി, അതായത് ഓർത്തഡോക്സ് പള്ളിയിൽ ഇതുവരെ ഞങ്ങൾ പോയിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് പോകാത്തതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് ഞങ്ങൾക്ക് വണ്ടിയില്ല. അപ്പോൾ വണ്ടി ഇല്ലാത്തതുകൊണ്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു ബസ് സ്റ്റോപ്പിലൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ ഒരു 27 മിനിറ്റ്സ് നടക്കാനുണ്ട്. അപ്പോൾ ആ ഒരു വാക്കിംഗ് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പള്ളിയിൽ ഇതുവരെ പോകാതിരുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഈ പള്ളിപ്പോക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ അടുത്തുള്ള കാത്തലിക് ചർച്ചിൽ ഇംഗ്ലീഷ് സർവീസൊക്കെ ആയിരുന്നു അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഹോളി വീക്കിന് പോകണമെന്നുള്ളത്. പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നാൽ ഹോശാനയുടെ ആ ദിവസം ഞങ്ങൾ 2 പേർക്ക് നൈറ്റ് ആയിരുന്നു. അച്ഛന് ലോങ് ഡേ ആയിരുന്നു, എനിക്ക് നൈറ്റ് ആയിരുന്നു. അപ്പോൾ 2 പേർക്ക് ഡ്യൂട്ടി കാരണം ഹോശാന അങ്ങനെ അങ്ങ് പോയി. പിന്നെ പെസഹയ്ക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പെസഹയും കുളമായി. കാരണം 1 വണ്ടിയുടെ റീസണാണ്, 2 എനിക്ക് നല്ല രീതിയിലൊരു പനി വന്നു. അതും ഈ പ്രാവശ്യത്തെ പനി എന്ന് വെച്ചാൽ എനിക്ക് ടെമ്പറേച്ചറൊക്കെ ഉള്ളൊരു പനിയായിരുന്നു. ഇപ്പോഴും എൻ്റെ വോയിസ് ചെറിയ രീതിയിൽ ബ്രേക്ക് ഡൗൺ ഒക്കെ ആയി. വോയിസൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് ബ്രേക്ക് ഡൗൺ ഒക്കെ ആയി. എന്നാൽ ചില സമയത്ത് നോർമലാവും, ചില സമയത്ത് ആ ഒരു ഫീവർ വോയിസിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പം ആ ഒരു പനി കാരണം എനിക്ക് പെസഹയ്ക്ക് അന്ന് പോകാനേ പറ്റിയില്ല. എനിക്ക് ഹോഷൻ ആയിട്ടുള്ള ദിവസം തൊട്ടായിരുന്നു കേട്ടോ എനിക്ക് പനി വന്നത്. എനിക്ക് 3 ദിവസം നൈറ്റ് ഉണ്ടായിരുന്നു. ആ 3 ദിവസം നൈറ്റിൽ ഫസ്റ്റ് ഡേ നൈറ്റ് എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. ഒരു ചെറിയ രീതിയിൽ സോർ ത്രോട്ടൊക്കെ വരാൻ തുടങ്ങി. സോർ ത്രോട്ട് വന്നപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചു ഇനി പനിക്കാണോ എന്നുള്ളത്. എന്നിട്ട് സെക്കൻഡ് നൈറ്റ് തൊട്ട് എനിക്ക് അങ്ങോട്ട് പനിക്കാൻ തുടങ്ങി. സൗണ്ട് മാറി. തേർഡ് നൈറ്റ് ആയപ്പോഴത്തേക്ക് സൗണ്ട് മൊത്തത്തിൽ മാറി. പിന്നെ അതിന് എനിക്ക് 1 ആഴ്ചത്തേക്ക് ആനുവൽ ലീവാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാൽ വീട്ടിൽ ഇരുന്ന് റെസ്റ്റ് എടുക്കാന്നുള്ള രീതിയിലൊക്കെയാണ്. എനിക്കറിയാം റെസ്റ്റ് കിട്ടത്തില്ലെന്നുള്ളത്, കാരണം പള്ളിയാണല്ലോ, പള്ളിയിലൊക്കെ നമുക്ക് പോകണമല്ലോ. അങ്ങനെ ആ പനി കാരണം പെസഹയും കുളമായി. ഇനിയിപ്പം ഗുഡ് ഫ്രൈഡേക്ക് പോകണമെന്നുള്ള അങ്ങേയറ്റ ആഗ്രഹത്തോടെയാണ് ഞാൻ ഇന്നിരിക്കുന്നത്. ഇന്ന് വ്യാഴാഴ്ചയാണ്, നാളെയാണ് ഗുഡ് ഫ്രൈഡേ. ഇന്നും പനിയായിട്ട് ഞാൻ റെസ്റ്റ് ഒന്നും അല്ല എടുക്കുന്നത്. ഞാൻ വീട്ടിലെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നാളെ ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് ഞാൻ യൂഷ്വലി എല്ലാ പ്രാവശ്യവും ഗുഡ് ഫ്രൈഡേ തലേ ദിവസം ഞാൻ കഞ്ഞി പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട്. കഞ്ഞിന്ന് വെച്ചാൽ ചോറ് പ്രിപ്പയർ ചെയ്ത് വെക്കും. പിന്നെ നമുക്ക് ഗുഡ് ഫ്രൈഡേ അന്ന് ആ ചോറൊന്ന് വെള്ളത്തിനകത്തിട്ട് അന്ന് കഞ്ഞിയാക്കി എടുത്താൽ മതിയല്ലോ.
പിന്നെ പയറ് തോരൻ വെക്കും. പിന്നെ പിക്കിളൊന്നും ഈ പ്രാവശ്യം നമ്മൾ വെക്കുന്നില്ല. പിക്കർ, അച്ചാർ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഈ പ്രാവശ്യം വെക്കുന്നില്ല. മേടിച്ചെല്ലാം കാര്യമൊന്നുമില്ല, അത് വേസ്റ്റ് ആവത്തേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പകരം ഞാൻ ഓർത്തുന്ന ചമ്മന്തി നമുക്ക് അരച്ച് വെക്കാമെന്നുള്ളത്. കാരണം എനിക്ക് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കഞ്ഞിയുടെ ചമ്മന്തി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പപ്പടം ഇരിപ്പുണ്ട് കാച്ചാനായിട്ടുള്ളത്. അപ്പം കഞ്ഞി നമുക്ക് ഗുഡ് ഫ്രൈഡേക്കുള്ള സെറ്റാവും. പിന്നെ ഫ്രിഡ്ജിനകത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും മഷ്റൂം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് തന്നെ പിന്നെ മഷ്റൂം ഉണ്ട്, എന്തെങ്കിലും നമുക്ക് ബട്ടറിലൊന്ന് ചെറിയ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാമെന്നുള്ളത്. അതാകുമ്പം ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനായിട്ട് എന്തെങ്കിലും ആവുമല്ലോ. അതിനോട് നമുക്ക് ഗാർലിക് ബ്രെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചാലും മതിയല്ലോ. എനിക്കെന്താണെന്ന് അറിയത്തില്ല, എനിക്ക് മാത്രമുള്ള ഒരു പ്രശ്നമെന്ന് തോന്നുന്നത്, എല്ലാ വർഷവും ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ പണിയൊക്കെ കിട്ടും. അതും കല്യാണം കഴിഞ്ഞിട്ടുള്ള സമയങ്ങളൊക്കെയാണ് കേട്ടോ. ഈ 2023 ഇതുപോലെ തന്നെ ഏപ്രിൽ ഹോളി വീക്കൊക്കെ കഴിഞ്ഞ് ഈസ്റ്ററൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു എനിക്കൊരു നല്ല പനി വന്നു. അതും ബർത്ത്ഡേയുടെ മുന്നേ തന്നെ എനിക്കൊരു പനിയും വന്നു. പക്ഷേ ബർത്ത്ഡേയുടെ മുന്നേ ഞാൻ മൊത്തത്തിൽ മാറ്റി കേട്ടോ. ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിഞ്ഞ് അത് മൊത്തത്തിൽ അങ്ങ് മാറ്റി. കഴിഞ്ഞ വർഷം ബർത്ത്ഡേയുടെ ഒക്കെ ആ ഒരു ടൈമിൽ എനിക്ക് കൺകുരു വന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ബർത്ത്ഡേയുടെ ആ ഒരു സെയിം ടൈമിൽ തന്നെ എനിക്ക് വീണ്ടും പനി. ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ പിന്നെ കാര്യമായി നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. കാരണം ഗുഡ് ഫ്രൈഡേയും ഈസ്റ്ററിനും ഇടയ്ക്ക് വന്നിരുന്ന സമയമാണല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യത്തെ എൻ്റെ ബർത്ത്ഡേ ഞാനായിട്ട് തന്നെ പോസ്റ്റ്പോൺ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈസ്റ്ററിന് അന്ന് സെലിബ്രേറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. പക്ഷേ വലിയ പ്ലാനിങ് ഒന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ വേറൊരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഈസ്റ്ററും ഈ പ്രാവശ്യം വലുതായിട്ട് ആഘോഷിക്കുന്നു ഇല്ല എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അറിയത്തില്ല ഇനിയിപ്പോൾ അച്ചു മാറ്റുമോന്നൊന്നും അറിയത്തൊന്നുമില്ല. അങ്ങനെ കഥയെല്ലാം വന്ന് നമ്മുടെ ഇന്നത്തെ ലഞ്ചൊക്കെ അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ലഞ്ചും നാളത്തെ ലഞ്ചൊക്കെ ഏകദേശം സെയിമാണ്. നാളെ നമുക്ക് ലഞ്ചൊന്നും കാണത്തില്ല, പക്ഷേ പള്ളിയിൽ നിന്നാണല്ലോ ലഞ്ച്. അപ്പം പള്ളി പോവുകയാണെങ്കിൽ അപ്പോൾ അവിടെ നിന്ന് ലഞ്ച് കഴിക്കും. പിന്നെ നാളെ വൈകിട്ടത്തേക്കുള്ള കഞ്ഞിയാണ് കേട്ടോ ഞാൻ സെറ്റാക്കി വെച്ചത്. അപ്പോൾ ഇന്ന് നമുക്ക് സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാർ ഇന്നോടെ അങ്ങ് തീർന്നു. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് ഇരുന്നൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് നമുക്ക് ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ പ്രാവശ്യം ലിഡിൽ അല്ലെങ്കിൽ സെയിൻസ്ബറി പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അച്ഛൻ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അച്ഛന് ദുബായ് ചോക്ലേറ്റ് മേടിക്കണം എന്നുള്ളത്. പക്ഷേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആ ഒരു ദുബായ് ചോക്ലേറ്റിന് നേരിട്ടൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അവിടെ പോയി നമുക്കൊന്ന് നോക്കാമെന്നുള്ള രീതിയിലാണ് നമ്മൾ അവിടെ വരെ പോകുന്നത്. നമ്മൾ ലിഡിലും സെയിൻസ്ബറിയൊക്കെ ഭയങ്കര റെയറായിട്ട് പോകുന്ന കടകളാണ് കേട്ടോ. കാരണം വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമൊക്കെ ഉണ്ട്, ഒരു 15-20 മിനിറ്റ് ബസ്സിന് പോകാനായിട്ടുണ്ട്. അപ്പോൾ സെയിൻസ്ബറി ആണ് ആദ്യം കയറിയത്. സെയിൻസ്ബറി കയറിയപ്പോഴേക്കും ഇതാ കിടക്കുന്നത് സാമണം. അതും 2 ടൈപ്പ് സാമണം എന്ന് വെച്ചാൽ ഒന്ന് സൈഡ് മാത്രം, ഒന്ന് ഹോൾ സാമണായിട്ട്. അത് 1-1.5 kg എങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആദ്യമായിട്ടാണ് ഇരിക്കുന്നത് കണ്ടത്. അപ്പം ഒന്ന് മേടിക്കാന്നുള്ള രീതിയിൽ ഒരെണ്ണം അങ്ങ് മേടിച്ചു. എന്നിട്ട് ബാക്കി കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വരാമെന്ന് വെച്ചു. പക്ഷെ നമ്മുടെ മെയിൻ ഉദ്ദേശമായ ദുബായ് ചോക്ലേറ്റ് നമുക്ക് കിട്ടിയില്ല കേട്ടോ. അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു അവിടെ ഇരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ ഗ്രോസറി ഷോപ്പിംഗ് കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ ഗ്രോസറി ഷോപ്പിംഗ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ചുവിന് രാത്രിയിൽ ഇപ്പി കഴിക്കാനായിട്ട് മതി എന്നുള്ളത്. പിന്നെ എനിക്ക് നൂഡിൽസ് ഇപ്പം കഴിക്കണ്ടെന്നുള്ള വലിയ താല്പര്യം അങ്ങോട്ടൊന്നും കുറഞ്ഞു. അപ്പോൾ അത് കാരണം ഞാൻ ഓർത്ത് ഞാൻ കെലോക്സ് കഴിക്കാന്നുള്ളത്. ഞാൻ കെലോക്സ് പിന്നെ ഞാൻ ഒത്തിരി പ്രാവശ്യം ആലോചിച്ചിട്ടോ ഞാൻ കഴിച്ചത്. കാരണം ഞാൻ കെലോക്സ് കഴിക്കുന്നത് യൂഷ്വലി തണുത്ത പാലിലാണ്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ തണുത്ത പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ തന്നെ ചൂട് വെള്ളം കുടിക്കാന്നുള്ള രീതിയിൽ കെറ്റിൽ വെള്ളമൊക്കെ തിളപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. കെറ്റിൽ അല്ലെങ്കിൽ ഞാൻ വെള്ളം തിളപ്പിച്ച് വെക്കാറുണ്ട്. കാരണം ഞാൻ ഫ്ലാസ്കിലിപ്പം ചൂടുവെള്ളം നിറച്ച് വെക്കാറുണ്ട്. എനിക്കിപ്പോൾ ചൂടുവെള്ളം കുടിച്ചാലേ നടക്കത്തുള്ളൂ. എനിക്കിപ്പോൾ തണുത്തവെള്ളം കുടിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ തൊണ്ട ഭയങ്കര സോറായിട്ടാണ് ഇരിക്കുന്നത്. അതുമല്ല ഞാൻ ഈ പനിയും പിടിച്ചിട്ട് ഞാൻ റെസ്റ്റ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നില്ല. ഇന്ന് രാവിലെ തൊട്ടേ ഞാൻ കിച്ചണിൽ ഓരോരോ പണികളും കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ വെളിയിൽ പോയായിരുന്നു. അപ്പോൾ വെളിയിൽ പോയ സമയത്ത് കുറച്ച് ചെറിയ രീതിയിൽ തണുത്ത കാറ്റൊക്കെ അടിച്ചും ചെയ്തു. ഞാൻ കോട്ടില്ലാതായിരുന്നു പോയത്, കാരണം നമ്മൾ ഇറങ്ങിയ സമയത്ത് വെയിലായിരുന്നു. പിന്നെ തിരിച്ച് വന്ന ആ ഒരു ടൈമിൽ വെയിലൊക്കെ മാറി ഏകദേശം ഒരു തണുത്ത അറ്റ്മോസ്ഫിയർ ആയിപ്പോയി. അപ്പം ആ സമയത്ത് ഞാൻ കുറച്ച് തണുപ്പൊക്കെ ഒന്ന് കൊള്ളായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഓർത്തുന്ന പിന്നെ ഇന്ന് രാത്രി തൊട്ട് എൻ്റെ മമ്മിയുടെ പെർമിഷനോടെ ഞാൻ ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു കേട്ടോ ഇരുന്നത്. പക്ഷേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആൻറ്റിബയോട്ടിക്സ് എല്ലാം എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് എല്ലാം എക്സ്പയർഡ്. എന്നാൽ എനിക്ക് തുമ്മൽ കാരണം ഞാൻ തുമ്മലിൻ്റെ ആ ഒരു മരുന്ന് എടുക്കാന്നുള്ളത് അതും നോക്കിയപ്പോഴത്തേക്ക് അത് എക്സ്പയർഡ്. അപ്പോൾ എനിക്ക് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ഒന്നും പറ്റത്തില്ല, എല്ലാം ഓക്കെ ആണെന്നുള്ള രീതിയിൽ എന്നെ തന്നെ ഞാനൊരു കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ചെയ്തിട്ട് ഞാൻ പിന്നെ നാളത്തേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് തേച്ച് അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബാഗ് വരെ ഞാൻ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിയാൽ മതി. അപ്പോൾ നമ്മുടെ വ്ളോഗ് എൻ്റെ ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ദിസ് ഇസ് ഡെയിലി ഡയറീസ് ഓഫ് ജെ ആൻഡ് എസ് സൈനിങ് ഓഫ്.